ഹായ് ഫ്രണ്ട്സ്, അപ്പം നാളെ വിഷു ആണല്ലോ. അപ്പം നമ്മളിവിടെ വിഷുക്കണി ഒരുക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇതെങ്ങനെയാണ് വെക്കണേന്നൊന്നൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പം എനിക്കറിയുന്ന പോലെയാണ് ഞാൻ ചെയ്യുന്നത്. ഓരോരുത്തർക്കും അവരവരുടെ വീട്ടിൽ വെക്കുന്ന ഓരോ രീതിയിലായിരിക്കും. അപ്പം എന്തെങ്കിലും നിങ്ങൾക്കൊക്കെ അഭിപ്രായം പറയാനുണ്ടെങ്കിൽ പറയാട്ടോ. ഞാൻ ആദ്യം ഇവിടെ ഒരു ഓട്ടുരുളി എടുത്തിട്ടുണ്ട്. അത് ക്ലീൻ ആക്കി വെച്ചതാണ്. അപ്പം അതിനകത്തേക്ക് ആദ്യം കുറച്ച് അരി ഇട്ടിട്ടുണ്ട്. ഉണങ്ങലരിയാണ് ഇടുക, പക്ഷെ നമ്മുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ അപ്പം സാധാ ചോറ്റരി ഇട്ടത്. പിന്നെ ഇതിനകത്തേക്ക് ഞാൻ വെക്കുന്നത് കണിവെള്ളരിയാണ്. അപ്പൊ ആദ്യം കണിവെള്ളരി വെച്ചിട്ട് ഈ ഒരു കൊല പഴം വെക്കുന്നുണ്ട്. കയ്യിലുള്ള ഫ്രൂട്ട്സ് ഒക്കെയാണ് പിന്നെ വെക്കുന്നത് കേട്ടോ. അപ്പൊ പഴം വെച്ചിട്ട് ഇതൊന്ന് സെറ്റ് ചെയ്ത് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു മാങ്ങ, ഒരു ആപ്പിള്, പിന്നെ ഒരു ഓറഞ്ച്, ഇത്രയും വെക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്തേക്ക് ഇനി എനിക്ക് തേങ്ങ വെക്കണം. അപ്പൊ നാളെ രാവിലെ ഞാനിത് പൊട്ടിച്ച് 2 മുറിയാക്കിയിട്ടാണ് തേങ്ങ വെക്കുന്നത്. അങ്ങനെ എൻ്റെ ഉരുളിയിലുള്ള പ്രിപ്പറേഷൻസ് കഴിഞ്ഞു കേട്ടോ. പിന്നെ ഞാൻ ചെയ്യുന്നത് ഒരു തട്ടെടുത്തിട്ടുണ്ട്. താലത്തിനകത്ത് ഞാൻ ഒരു പറയിൽ കുറച്ചുകൂടി അരി നിറച്ച് വെച്ചിട്ടുണ്ട്. അപ്പം എൻ്റെ അടുത്ത് പറ ഉണ്ടായിരുന്നോണ്ടാണ് ഞാൻ കുറച്ചുകൂടി അരി അങ്ങനെ വേറെ രീതിയിൽ വെച്ചത്. പിന്നെ ഞാൻ നെയ്യപ്പം ആണ് കേട്ടോ വെക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞങ്ങളോട് ഉണ്ടാക്കിയതാണ്. ഇപ്രാവശ്യം പുറത്തുനിന്ന് മേടിക്കാട്ടോ ചെയ്തത്. അത് കുറച്ച് നന്നായി വരാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു പരിപാടി അപ്പം ഉണ്ടാക്കുന്നത്. ചില സമയത്ത് പാളി പോവാറുണ്ട്. അതുകൊണ്ട് ഇപ്രാവശ്യം പുറത്തുനിന്ന് മേടിച്ചു കേട്ടോ. പിന്നെ ഇതിനകത്തേക്ക് ഞാൻ ഒരു കൊല മുന്തിരിയും കൂടി വെക്കാണ് കേട്ടോ. ഇത് വിട്ടുപോയതാണേ. അപ്പം ഇത്രയും വെക്കുന്നുണ്ട് കേട്ടോ ഉരുളിയിൽ. അപ്പം ഇതിനകത്തേക്ക് ഇനിയിപ്പം ഞാൻ പറയിൽ അരി നിറച്ച് വെച്ചിട്ടുണ്ട്, നെയ്യപ്പം വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് അലക്കി തേച്ച മുണ്ടാണ് കേട്ടോ ഇത്. ഇപ്പം കസവ് മുണ്ട് നമ്മുടെ കയ്യിലുള്ളത് വലുതാക്കിയിട്ട് അലക്കി വെച്ചതാണ്. പിന്നെ ഉള്ളത് ഞാൻ വെള്ളയായിട്ട് മുകളിൽ ഒരു പാദസരം വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഗോൾഡ് കോയിൻ കയ്യിലുള്ള വെച്ചിട്ടുണ്ട്. പിന്നെ സാധാ ഒരു നാണയം വെച്ചിട്ടുണ്ട്. പിന്നെ കിണ്ടിയിൽ വെള്ളം രാവിലെ വെക്കണം. അപ്പം കിണ്ടി അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ കയ്പ കണ്ടവർക്ക് നമ്മുടെ വീഡിയോ ഷോർട്സ് കാണുന്നവർക്ക് മനസ്സിലായി നമ്മുടെ വീട്ടിലുണ്ടായതാണ് കേട്ടോ. അപ്പൊ ഇതും കൂടി കണി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ താളത്തിൽ വെക്കുകയാണ്. അപ്പൊ ഇനി താളത്തിലേക്ക് പിന്നെ നമുക്ക് മെയിൻ ആയിട്ട് നമുക്ക് വേണ്ട ഒരു സാധനം ഉണ്ടല്ലോ, കണിക്കൊന്ന. പണ്ടേ കണിക്കൊന്ന നമുക്ക് സുഖമായിട്ട് എവിടെ പോയാലും കിട്ടും. പക്ഷെ ഇപ്പൊ നമുക്ക് കണിക്കൊന്ന കിട്ടാനേ ഇല്ല. പൈസ കൊടുത്ത് കണിക്കൊന്ന വാങ്ങേണ്ട കാലം ഇപ്പൊ കുറേ ആയി നമ്മുടെ മുന്നിലുണ്ട്. നമ്മൾ ഇതും പൈസ കൊടുത്ത് വാങ്ങിയതോട്ടെ. രാവിലെ തൊട്ട് അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് എവിടെയും കണിക്കൊന്ന കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇത് നമ്മൾ കുറച്ച് പൈസ കൊടുത്ത് മേടിച്ചതാണ്. അപ്പൊ അതും ഇങ്ങനെ ജസ്റ്റ് അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പൊ രാവിലെ ഇതൊക്കെ ഒന്ന് മാറ്റി വെക്കണം. എന്നിട്ട് പിന്നെ അതിൻ്റെ കൂടെ ഒരു കൃഷ്ണന് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണല്ലോ മയിൽപ്പീലി. അപ്പം അതും കൂടെ വെക്കുന്നുണ്ട്. ഇത് ഗുരുവായൂർ പോയപ്പോൾ അനിയനും വൈഫും ഗുരുവായൂർ പോയപ്പോൾ മേടിച്ചതാട്ടോ. അപ്പം അതും വെക്കുന്നുണ്ട്. ജസ്റ്റ് ഇപ്പം ഞാൻ അങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുന്നേ ഉള്ളൂ. നാളെ നമ്മളിതൊക്കെ നിലത്ത് വെച്ചിട്ട് അവിടെ നാട്ടോ കണി കാണുന്നത്. പിന്നെ കുറച്ച് ചിരാത് എടുത്തിട്ടുണ്ട്. പിന്നെ വിളക്കൊക്കെ ഞാൻ കഴുകി വെച്ചതാണ്. നാളെ ഇതൊക്കെ എടുത്ത് കത്തിക്കണം. പിന്നെ ഒരു മഞ്ഞപ്പട്ടുണ്ട്. അപ്പം ഇതാണ് പീഠം. ഇത് ഞാൻ സ്റ്റാൻഡ് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പം ഈ സ്റ്റാൻഡിൽ നിലത്ത് വെച്ചിട്ട് ഇതിൽ മഞ്ഞപ്പട്ട് വെച്ചിട്ട് കൃഷ്ണനെ വെച്ചിട്ട് ഇതൊക്കെ മുന്നിൽ വെച്ചിട്ട് വിളക്ക് കത്തിക്കാന്നാണ് വിചാരിക്കുന്നത്. കൃഷ്ണ വിഗ്രഹം ഇപ്പം എല്ലാവർക്കും നമുക്കിപ്പോൾ ഈ ഒരു സമയത്ത് റോഡ് സൈഡിലൊക്കെ കാണാൻ കിട്ടും. അതുപോലെ തന്നെ മേടിച്ചതാട്ടോ. പിന്നെ വെള്ള കൃഷ്ണനെയാണ് ഞങ്ങൾ വാങ്ങിയത്. അപ്പം ഇത്രയാണ് എൻ്റെ വിഷുവിൻ്റെ കണീൻ്റെ ഒരുക്കങ്ങൾ. ഓരോരുത്തർക്കും ഓരോ പണ്ടൊക്കെ ഞാൻ കുറേ മഞ്ചാടി കുന്നിക്കുരു ഒക്കെ നമ്മുടെ കയ്യിലുണ്ടായിരുന്നപ്പം അതൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. അപ്പം അതൊന്നും കയ്യിലില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. പിന്നെ അടുത്ത കൊല്ലം ആകുമ്പോഴേക്കും അതൊക്കെ സെറ്റ് ചെയ്യണം. പിന്നെ എനിക്ക് കുറച്ച് ഒരു വാൽക്കണ്ണാടിയും കൂടെ വാങ്ങിക്കണം എന്നുണ്ട്. ഗ്രന്ഥമില്ല, അപ്പം അതൊക്കെ വാങ്ങിക്കണം എന്നുണ്ട്. ഇപ്പം ജസ്റ്റ് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് അറിയാൻ പറ്റും ഇതൊക്കെ വേണം. പക്ഷെ എന്നാലും ഇപ്രാവശ്യം നമുക്ക് അതൊന്നും വാങ്ങിക്കാൻ പറ്റിയില്ല. അപ്പം അതൊക്കെ അറേഞ്ച് ചെയ്തിട്ട് അടുത്ത കൊല്ലം വേറൊരു മീൻസ് ഇതെല്ലാം കൂടി ഉൾക്കൊള്ളിച്ചും കൂടെ ഒരു കണി ചെയ്യണമെന്നുണ്ട്. അപ്പം അതിന് അടുത്ത കൊല്ലം വേറൊരു വീഡിയോ ആയിട്ട് വരും. അപ്പം ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. അപ്പം നാളെ ഇതൊക്കെ അറേഞ്ച് ചെയ്ത് വിളക്കൊക്കെ കത്തിച്ചിട്ടുള്ള വ്യൂ നാളെ രാവിലെ ഞങ്ങൾ കണിയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. ടാറ്റാ.